الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله، ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العلي العظيم. خير يوم طلعت عليه الشمس يوم الجمعة، فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها، ولا تقوم الساعة إلا في يوم الجمعة. صدق نبينا رسول الله. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നമുക്കെല്ലാം അവൻ വർഷിപ്പിച്ചു തരട്ടെ. നമ്മളിലും മക്കളിലും കുടുംബങ്ങളിലും എല്ലാം അള്ളാഹു ബർക്കത്ത് ധാരാളമാക്കി തരട്ടെ. ദിവസങ്ങളുടെ കൂട്ടത്തിലെ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ തിരിച്ചറിയുകയും അറിഞ്ഞു പെരുമാറുകയും വേണം എന്ന ഉപദേശമാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് സംബന്ധമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഹദീസും അതിലേക്ക് സൂചിപ്പിക്കുന്ന ആയത്തും. വെള്ളിയാഴ്ച ദിവസം അത് മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല. ഒരാഴ്ചക്ക് 7 ദിവസമുണ്ടെങ്കിൽ ആ 7 ദിവസങ്ങളിൽ നിന്ന് നേതാവായ ഒരു ദിവസം, ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അതിലൊരു നേതാവ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ 7 ദിവസങ്ങളിൽ നേതാവായ ദിവസം പറയപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. സയ്യിദുൽ അയ്യാം എന്നാണ് അതിന് പറയാം, ദിവസങ്ങളുടെ നേതാവ്. അതിന് അറബിയിൽ പറയുന്ന ഒരു പേര് യൗമുൽ ജുമുഅ എന്നാണ്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചക്ക് അറബിയിൽ പറയുന്ന പേര് യൗമുൽ ജുമുഅ. ദിവസങ്ങൾ യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമുൽ സലാസ, യൗമുൽ അർബുഅ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. ഇങ്ങനെയാണ് അറബിയിൽ ആഴ്ചയിലെ ദിവസങ്ങളുടെ പേര്. അപ്പോ യൗമു എന്ന ദിവസം, പിന്നെ അതിന്റെ കൂടെ ബാക്കി കൂട്ടി കൊടുക്കണം. യൗമുൽ അഹദ് 1-ാം ദിവസം, യൗമുൽ ഇസ്നൈൻ 2-ാം ദിവസം, യൗമുൽ സലാസ 3-ാം ദിവസം, യൗമുൽ അർബുഅ 4-ാം ദിവസം, യൗമുൽ ഖമീസ് 5-ാം ദിവസം. ഇങ്ങനെ 1, 2, 3, 4, 5 അങ്ങനെ വരുന്നത്. പക്ഷെ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ യൗമുൽ സാദിസ് എന്ന് പറയുന്നില്ല, യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ഇങ്ങനെയാ പറയുന്നത്. യൗമുൽ സാബിഅ എന്ന് പറയുന്നില്ല, ശനിയാഴ്ചക്ക് എത്തുമ്പോൾ ചെറിയ വ്യത്യാസം, യൗമുൽ സബ്ത് എന്നാ പറയുന്നത്. ഇങ്ങനെ ഒരു വ്യത്യാസമാണ്. പക്ഷെ ഈ യൗമുൽ ജുമുഅ അതിന്റെ അർത്ഥം തന്നെ എന്താ? ജുമുഅ ദിവസം എന്നാണ്. ജുമുഅ ദിവസം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം വരെ വന്നു ജുമുഅ ദിവസം. അന്ന് 6-ാം ദിവസം എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ളത് ജുമുഅ ദിവസം എന്ന് പറയുന്നത് ആ ദിവസത്തിന്റെ. എന്നാൽ ഈ ദിവസം നേതാവായ ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസത്തിന് എന്താ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ ദൂതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം അതിശ്രേഷ്ഠമായ ദിവസമാണ്. ആ ശ്രേഷ്ഠത എണ്ണുമ്പോൾ അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞത് അന്നത്തെ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ ഹദീസ് കേൾപ്പിച്ചു. ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത്. അതൊരു പ്രയോഗമാണ്, ആലങ്കാരികമായിട്ട് പറയാം. സൂര്യൻ ഉദിക്കുന്ന ദിവസം മൊത്തം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദിവസം യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അന്നേ ദിവസം തന്നെയാണ്
ആദമിനെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടത്തിയതും. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതിന്റെ ശേഷം അല്ലാഹു തആല ആദം നബിയെ സ്വർഗത്തിന് വിടുകയാണല്ലോ ചെയ്തത്, പിന്നെയല്ലേ ഭൂമിയിലേക്ക്. അപ്പൊ സ്വർഗത്തിലേക്ക് വിട്ട ദിവസം അതും വെള്ളിയാഴ്ച ദിവസമാണ്. അതേ വെള്ളിയാഴ്ചയിൽ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നതും അത് തന്നെയാണ്. പുറത്തേക്ക് കൊണ്ടുവരിക എന്നല്ല, സ്വർഗത്തിൽ നിന്ന് പിന്നെ ആദം നബി അങ്ങോട്ടാണ് വന്നത്, ഭൂമിയിലേക്കാണ്. ഭൂമിയാണ് ആദം നബിക്ക് വേണ്ടി വസിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഇടം. അപ്പൊ ആ നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഔദ്യോഗികമായിട്ടുള്ള ഇറക്കം ഉണ്ടായത് വെള്ളിയാഴ്ച തന്നെയാണ്. ഇനി ഖിയാമ നാൾ എന്ന് പറഞ്ഞൊരു ദിവസം വരാണ്ട്, അതുകൊണ്ട് ലോകം മൊത്തമായി അവസാനിക്കുന്ന ഒരു ദിവസം. ആ ദിവസവും എന്നെ ഉണ്ടാവുള്ളൂ. ഖിയാമ നാളും സംഭവിക്കൂല വെള്ളിയാഴ്ച അല്ലാതെ. അപ്പൊ ഇനി വരാനിരിക്കുന്ന ഖിയാമത്ത് നാളും വെള്ളിയാഴ്ച തന്നെയാണ്. ഇങ്ങനെ ബഹുമാനങ്ങൾ 1, 2, 3, 4 ബഹുമാനങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതർ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ബഹുമാനമുള്ള ശ്രേഷ്ഠതയുള്ള ആ വെള്ളിയാഴ്ചയെ മലക്കുകൾ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ പറയുന്ന പേര് വേറൊരു പേരാണ്. നമ്മളിപ്പോ വെള്ളിയാഴ്ച ദിവസത്തിന് യൗമുൽ ജുമുഅ എന്നാണ് പറയുക. അതാണ് അതിന്റെ പേര് എന്ന് പഠിച്ചു വെക്കുമ്പോൾ തന്നെ വേറൊരു പേര് അതിന് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു പേരുണ്ട്. യൗമുൽ മസീദ് എന്നാണ് മലക്കുകൾ വെള്ളിയാഴ്ച ദിവസത്തിന് പറയുന്ന പേര്. നമ്മുടെ കന്നഡ ഭാഷയിലും ഒരു ദിവസത്തിന് തന്നെ 1-ലധികം പേരില്ല അല്ലേ? പിന്നെ ആദിത്യവാറ, അതിനെ വേറൊരു പേരുണ്ട്. ആദിത്യവാർക്ക് ഞായറാഴ്ച വേറൊരു പേര്, ഭാനുവാറ, ആദിത്യവാറ, ഭാനു, ഒരേ ദിവസത്തിന് പറയുന്ന 1-ലധികം പേരുകളാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന അറബിയിൽ പറയുമ്പോൾ അതിന് മലക്കുകൾ പറയുന്ന പേര്. മലായിക്കത്താര അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് പാപങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹു കൽപ്പിച്ചത് മാത്രം ചെയ്ത് ജീവിക്കുന്ന അതിവിശുദ്ധരായിട്ടുള്ള വിഭാഗമാണ് മലക്കുകൾ. ആ മലക്കുകൾ പറയുന്ന പേര് യൗമുൽ മസീദ് എന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് അവർ പറയുന്ന പേര് യൗമുൽ മസീദ് എന്ന് പറഞ്ഞാൽ എന്താ? വർദ്ധനവിന്റെ ദിവസം എന്നാണ്. ധാരാളം സംഭവിക്കുന്ന ദിവസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹൈറ് ബർക്കത്തുകൾ ധാരാളം സംഭവിക്കുന്നത്, ഇറങ്ങുന്നത്, വർഷിക്കുന്നത് എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. അന്ന് അല്ലാഹു റഹ്മത്തിന്റെ കവാടം ധാരാളമായി തുറക്കുന്നത് കൊണ്ടാണ് അന്ന് യൗമുൽ മസീദ് എന്ന മലക്കുകൾ പേരിട്ടത്. അല്ലാഹു ധാരാളം ഔദാര്യങ്ങൾ ഒഴുക്കുകയും ധാരാളം നന്മകൾ വിശാലമാക്കുകയും ചെയ്യുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് മലക്കുകൾ എന്ത് പറയുന്നത്? യൗമുൽ മസീദ് എന്ന് അതിനും പേര് പറയുന്നത്. അപ്പോ സാധാരണ ദിവസം പോലെയല്ല, വെള്ളിയാഴ്ചക്ക് എന്തെല്ലോ ഗുണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വേറൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഹദീസിലൊക്കെ ഉള്ളത് ഇമാം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയും, ഈ വെള്ളിയാഴ്ച ദിവസത്തിലുണ്ട് ഒരു സമയമുണ്ട്, ഷരീഫ, അത് വളരെ ഷറഫാക്കപ്പെട്ട ഒരു സമയമുണ്ട്. എന്താണ് ആ സമയത്തിന്റെ ശ്രേഷ്ഠത? സാധാരണ ഒരു ഉപാധിയും ഇല്ലാതെ ദുആക്ക് ഉത്തരം കിട്ടും ആ സമയം. അങ്ങനത്തെ ഒരു സമയം വെള്ളിയാഴ്ചയിലുണ്ട്. അത് അവ്യക്തമാണ്. ആ ഈ വെള്ളിയാഴ്ച ദിവസം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നതിന്റെ ഇടയിൽ ഏത് സമയമാണത് എന്ന് വ്യക്തമല്ല, അവ്യക്തമാണ്. അതുകൊണ്ട് എപ്പോഴും ആകാം. വെള്ളിയാഴ്ചയുടെ ദിവസം ആരംഭിച്ചത് മുതൽ അത് അവസാനിക്കുന്നത് വരെ എപ്പോഴും ആ ടൈം എപ്പോഴേ ആവാം. ഇന്ന ടൈമാണ് എന്ന് കൃത്യം പറയും. സുബഹിക്കാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ ദിവസം പിന്നെ ഇസ്ലാമികമായ നിയമപ്രകാരം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ചയുടെ രാത്രിയോടുകൂടിയാണ്. രാത്രിയാണ് ആദ്യം, പകല് പിന്നെ. ഇങ്ങനെയാണ് ഏതൊരു ദിവസത്തിന്റെയും ആദ്യം രാത്രി പിന്നെ പകലുമാണ്. അപ്പൊ രാത്രിയുടെ തുടക്കത തൊട്ട് തലേനാൾ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിച്ചത് മുതലാണ് അടുത്ത ദിവസത്തിന്റെ ആരംഭം. അപ്പൊ ആ രാത്രി മുതൽ തുടങ്ങും. വെള്ളിയാഴ്ച രാവിലെ തന്നെ തുടങ്ങും വെള്ളിയാഴ്ച. എങ്കിൽ പിന്നെ ആ തുടക്ക സമയമാണോ, മഗ്‌രിബിനാണോ, വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിനാണോ, ഇശാക്കാണോ, അതല്ല സുബഹിക്കാണോ, 10 മണിക്കാണോ, ഉച്ച സമയത്താണോ, ജുമാ നടക്കുന്ന സമയത്താണോ, ശേഷമാണോ,
അസറിന്റെ ശേഷം എപ്പോഴും അത് അവ്യക്തമാണ്. പക്ഷെ ചില ലക്ഷണങ്ങൾ വെച്ചു തിരുനബി തങ്ങളുടെ ഹദീസിന്റെ സൂചന വെച്ചിട്ടും ഏതിലേക്ക് ബലം നൽകുന്നുണ്ട്? വെള്ളിയാഴ്ച അസറിന്റെ ശേഷമാണ് എന്നുള്ളതിലേക്ക് കൂടുതൽ സൂചനകൾ കാണുന്നതാണ്. വെള്ളിയാഴ്ചയുടെ ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ടല്ലോ, ഒരു ഉപാധിയില്ലാതെ ദുആക്ക് ഉത്തരം കിട്ടും, ഡിമാൻഡ് ഇല്ല. ഹൈറായ കാര്യമാണോ ദ്വാരുന്നത്, ആ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും. അങ്ങനത്തെ ഒരു സമയമുണ്ട്. അത് വെള്ളിയാഴ്ചയിൽ എപ്പോഴുമാകാം, അസറിന്റെ ശേഷം ആണ് എന്നതിലേക്ക് സൂചനകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് ആ ദിവസത്തെ കാണേണ്ടത്? അനിവാര്യമായ കാര്യങ്ങൾ ഒഴിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ദിവസത്തെ സദ്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. അതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്. ഒരുപാട് ഖൈറ് ബറക്കത്തുകളുള്ള ദിവസമാകുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് പണികളൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അന്ന് സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യണം? കഴിച്ചു കൂട്ടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ദുനിയാവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാകുമ്പോൾ നമുക്ക് കുറേ തിരക്കുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകും. അവിടെയാണ് ഇമാമ പറയുന്നത് അനിവാര്യമായ സംഗതികൾ അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. അനിവാര്യം ചിലപ്പോൾ ഒരാൾക്ക് അന്ന് പണിക്ക് പോയിട്ടില്ലെങ്കിൽ അന്ന് വീട്ടിൽ പട്ടിണിയാകും എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച പണിക്ക് പോകണം. പക്ഷേ അതൊരു അനിവാര്യമായ സംഗതിയാണ്, അത് ഒഴിവാക്കണം. അനിവാര്യമല്ലാത്തത് എന്ത് ചെയ്യണം? നമ്മൾ അന്നത്തെ ദിവസം ഒഴിവാക്കിയിട്ട് അന്ന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാകണം. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മളൊരു ഒഴിവ് ദിനമായിട്ട് നമ്മൾ കണക്കാക്കണം. ഇന്നത്തെ സൺഡേ പോലെ ഞായറാഴ്ചയാണ് ഒഴിവ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ചയെ ഒഴിവ് ദിവസമായിട്ട് കണ്ട് അന്ന് അങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വ്യാഴവും വെള്ളിയാണ് അവിടെ ലീവ്. ഇവിടുത്തെ ശനി ഞായറിന് പകരം വ്യാഴം. അതും ഇപ്പൊ ചില രാജ്യത്ത് വെള്ളി മാറ്റിയിട്ട് ഈ ക്രിസ്ത്യാനികളുടെ ആ ഒഴിവ് ദിവസത്തിന്റെ ആഘോഷത്തിന്റെ ആചരണത്തിന്റെ അതേപോലെ യോജിച്ചിട്ട് ഞായറാഴ്ചത്തെ ലീവ് ആക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. ഏതായിരുന്നാലും ഇമാം അവர்கள் പറയുന്നു ഒരു സന്ദേശം മറ്റു ദിവസങ്ങളൊക്കെ ഒരുപാട് കാര്യം നമ്മൾ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ വെള്ളിയാഴ്ച നമ്മൾ ഇതിന് മാറ്റി വെക്കണം. ആഴ്ചയിലെ മറ്റ് 6 ദിവസങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുക. ഒരു ദിവസം നമ്മുടെ ആഖിറത്തിന് വേണ്ടി നമ്മൾ കാണണം. അത് ഈ വെള്ളിയാഴ്ച ആകട്ടെ എന്നാ പറയുന്നത്. ആഴ്ചയിലെ 6 ദിവസവും നമ്മൾ നമ്മുടെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട് ആ ദിവസത്തെ. എങ്കിൽ ഒരു ദിവസം നമ്മൾ ആഖിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി കാണണം. ആ ദിവസമാണ് വെള്ളിയാഴ്ച. പഴമക്കാരായ ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അന്ന് വെള്ളിയാഴ്ച വന്നാൽ അവർക്ക് രാവിലെ മുതൽ സുബഹി മുതലേ ഒരുക്കമാണ്. അന്ന് പണിക്കൊന്നും പോകില്ല. ജുമഅക്ക് വരാനുള്ള ഒരുക്കം. അന്ന് ജുമഅയും കാര്യങ്ങളും മാത്രമായിട്ടാണ് കഴിഞ്ഞുകൂടുക. അങ്ങനെയായിരുന്നു പഴയകാല പ്രകൃതി. ഇന്നതൊക്കെ മാറ്റം വന്നിട്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് തീരെ ഒഴിയില്ലാത്തൊരു അവസ്ഥ. അവൻ അന്ന് കൂടുതൽ പണിയായി. എന്നിട്ട് ജുമഅക്ക് കഷ്ടിച്ചിട്ടായിരിക്കും പാഞ്ഞ് വരിക. ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് ഓടി വന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ഓൻ പിന്നെയും ഓടിപ്പോയി. ഇതാ ഒരവസ്ഥ. അവിടെയാണ് വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള 2 പ്രത്യേക സുന്നത്ത് സൂറത്തുകളുണ്ട്. സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ. ആ സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ് ഇന്ന് തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അതിങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സ്വത്തുക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക, അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി സ്വത്തിന് വേണ്ടിയിട്ടുള്ള ഈ നെട്ടോട്ടമുണ്ടല്ലോ, പാച്ചിലും പ്രവർത്തനവും, അത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതെ അശ്രദ്ധമാക്കാതെ ഇരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദുനിയാവും കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ അള്ളാഹുവിന്റെ ഓർമ്മയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നതിന് അതൊന്നും തടസ്സാവരുത് എന്നാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അതായത് ഓന്റെ സ്വത്തിനു വേണ്ടിയും സന്താനത്തിന് വേണ്ടിയും അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്നതിൽ നിന്ന്, ചെയ്യുന്നതിൽ നിന്ന്, നിസ്കരിക്കാൻ വരുന്നതിൽ നിന്ന്, ജുമഅക്ക് വരുന്നതിൽ നിന്ന്, ജമാഅത്തിന് വരുന്നതിൽ നിന്ന് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവരാണ് നഷ്ടപ്പെട്ടവർ, പരാജയപ്പെട്ടവർ എന്ന് ഖുർആൻ പറയുന്നത്. അപ്പോ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇബാദത്ത് കൂടുതൽ ചെയ്യേണ്ട ദിവസമാണ്.
എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. എങ്കിൽ നമ്മുടെ അന്നത്തെ ജുമഅയും പൂർണ്ണമായിട്ട് കിട്ടും. ഇന്നത്തെ അവസ്ഥ എന്താ? മിക്ക ആളുകൾക്കും ജുമഅ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. കാരണം എന്താ? ജുമഅക്ക് വരേണ്ട സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നു. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മളിൽ നിന്ന് വരുന്നു. ഇബാദത്തുകൾ തന്നെ കുറയുന്നു. ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലീവാണ്. പക്ഷെ അന്ന് നമുക്ക് ഇബാദത്തിന്റെ ദിവസമായിട്ട് നമ്മൾ വെള്ളിയാഴ്ച പോലെ അല്ലല്ലോ. അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം വേറെ എന്തൊക്കെയോ ചെയ്തിട്ട് അന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ദിവസം കഴിച്ചു കൂട്ടാം. ചില ആളുകൾ ഞായറാഴ്ച വരുമ്പോൾ പ്ലാനിങ് ചെയ്യുകയാണ്. എന്താ? കുടുംബത്തെ കൂട്ടിയിട്ട് പോകണം, മടിക്കേരി പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, കറങ്ങണം. ഈ കറക്കത്തിലായിട്ട് അന്നത്തെ ദിവസം അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ദിവസം നമുക്ക് ഇബാദത്തുകൾ വരാതെ ശൂന്യമായി പോകുന്ന, കാലിയായി പോകുന്ന അവസ്ഥാവിശേഷം വരെ വന്നു പോകുന്നുണ്ട്. അതാണ് ഇമാം അബ്ദുല്ലാഹി തങ്ങൾ പറയുന്ന പോലെ ആഴ്ചയിൽ 6 ദിവസം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചാലും ഈ ഒരു ദിവസം നിന്റെ ആഗ്രഹത്തിന് വേണ്ടി നീ ചെലവാക്കാൻ ശ്രമിക്കണം എന്ന ആ ഉപദേശം നമ്മൾ അല്പമെങ്കിലും ജീവിതത്തിൽ പാലിക്കാൻ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ താഴത്തിലായി ജീവിക്കാനുള്ള മഹാഭാഗ്യം തരണം റഹ്മാനെ. നിന്നെ ഓർക്കേണ്ടത് പോലെ ഓർക്കാനും പറയേണ്ടത് പോലെ പറയാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.